കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എന്താടോ വണ്ടി ശരിയാക്കാതെ ഈ വഴിയിൽ ഇങ്ങനെ നോക്കിക്കാണൂല്ലേ? ഇന്ന് കിട്ടും സാർ. ആ, ഞാൻ വീട്ടിലേക്ക് പോന്നു. ഒരു ലെറ്റർ റൈറ്റർ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് മറക്കാതെ പോസ്റ്റ് ചെയ്യണം. അല്ല, ആരടോ ഇവൻ? ഇവൻ ഒരു കുട്ടി കള്ളനാണ് സാർ. സൂര്യ സിൽക്കിലെ സെയിൽസ്മാന്റെ പരാതിയിലാ. ഇവൻ അവിടുന്ന് എന്തോ എടുത്തെന്നാ അയാളുടെ പരാതി. SI പോൾ സാറ് പറഞ്ഞിട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആണോ? നീ ആ കടയിൽ നിന്ന് വല്ലതും മോഷ്ടിച്ചോ? ഇല്ല ഇല്ല, ഞാൻ അവിടെ നോക്കി നിന്നപ്പോ ഒരു ഉടുപ്പ് പിടിച്ച് നോക്കിയതാ, അപ്പൊ അത് താഴെ വീണു. നോണയാ സാറേ, ഇവനെ കണ്ടാ തന്നെ ഒരു കള്ളലക്ഷണം. ആ റഹീം, ഇവന്റെ കയ്യിൽ നിന്ന് തൊണ്ടി വല്ലതും കിട്ടിയോ? ഇല്ല സാർ. എന്താ ഇവന്റെ കവിളിലൊരു പാട്? അതാ സെയിൽസ്മാൻ അടിച്ചാ സാറേ. മോൻ ഏതാ? എന്താ മോന്റെ പേര്? ഞാൻ കുട്ടുവാ. അത് മാത്രം ഓർമ്മയുണ്ട്, മറ്റെന്ത് ചോദിച്ചാലും മിണ്ടൂല. പഠിച്ച കള്ളനാ സാറേ. നിഖിൽ, സ്റ്റോപ്പ് ഇറ്റ്. തൊണ്ടി സഹിതം പിടിച്ചോന്നല്ലോ. അല്ല പിന്നെ തനിക്കെന്താടോ ഇവനോട് ഇത്ര കലി? അത് സാറേ, ആ കടക്കാരൻ അത്ര പുണ്യാളനൊന്നും അല്ല. ആ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോൻ വാ. എവിടെയാ മോന്റെ വീട്? എനിക്ക് വീടില്ല, പപ്പയും മമ്മിയും മരിച്ചുപോയി. മോൻ കയറിയിരിക്കും. എടോ, ആ വണ്ടിയുടെ കാര്യം പെട്ടെന്ന് ശരിയാക്കണം കേട്ടോ. ശരി സാർ. ആ പയ്യന്റെ ഡയലോഗില് അയാള് സെന്റിയായി കാണും. പോട്ടടോ, ഒരു കൊച്ചുകുട്ടിയല്ലേ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. ഒരുപക്ഷെ കുട്ടികളില്ലാത്ത സാറിന് അവനെ കണ്ടപ്പോ ദയ തോന്നി കാണും. ഞാൻ അതല്ല ചിന്തിക്കുന്നത്. എന്താ? നമ്മളിപ്പോ എന്തിനാടോ ഇവിടെ നിൽക്കുന്നേ? വാടോ. എന്താ എന്താ സാർ, ഇവൻ കുറ്റം സമ്മതിച്ചോ? SI എൻ്റെ ഒരു കസിനാണേ. അല്ല, അന്വേഷണത്തിന് സാറ് തന്നെ വരുമെന്ന് കരുതിയില്ല. ഈ കുട്ടിയെ ദുർഗുണ പരിഹാര പാഠശാലയിൽ നമുക്ക് അയക്കണം. തന്റെ പേരെന്താ? രാജൻ. രാജൻ ഈ കുട്ടിയെ അടിച്ചോ? അതിപ്പോ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ച കിഡ്സ് വെയർ ഒക്കെ തട്ടി താഴെയിട്ടപ്പോ. ഓഹോ, അപ്പൊ അത് തട്ടി താഴെയിട്ട ദേഷ്യത്തിലാണ് അടിച്ചതും പരാതി SIയോട് വിളിച്ചു പറഞ്ഞതും അല്ലേ? അതെ സാർ. കണ്ടാൽ കൊതി തോന്നുന്ന, കൗതുകം തോന്നുന്ന കളർഫുൾ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ആളുകളെ ആകർഷിക്കുമ്പോ പണമുള്ളവൻ പറഞ്ഞ വില തന്നു വാങ്ങിട്ട് പോകും. പണമില്ലാത്ത ഇവനെ പോലുള്ള പാവം കുട്ടികൾ അതൊന്ന് തൊട്ടു നോക്കിയപ്പോ തട്ടി വീണു. അതിനാ രാജൻ ഇവനെ അടിച്ചത്. ക്രൂരമായി പോയി രാജ. ചെയ്ത തെറ്റ് എപ്പോഴും രാജൻ ഓർമ്മ വേണം. അതുകൊണ്ട് ഇവന്റെ അളവിൽ ഒരു 2 ജോഡി ഡ്രസ് ഏറ്റവും നല്ലത് നോക്കി പെട്ടെന്ന് പാക്ക്. കം ഓൺ, ഫാസ്റ്റ്. ഓക്കേ സാർ. ഇതാ സാർ. അടേശി, ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പുതിയ അതിഥി കൂടിയുണ്ട്. ഏതായി കുട്ടി? അതൊക്കെ പറയാം. നീ ആദ്യം ഇവന്റെ കഴിക്കാൻ കൊടുക്ക്. എനിക്കൊരു ചായ. കുട്ടാ, നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാട്ടോ.
നീ ഏതല്ല ചക്ക? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി വല്ല പൊട്ടനുമായിരിക്കോ? ഡെയ്സി. ആ ചേച്ചിയോ? എന്നോട് ചേച്ചി വിശേഷം? ഓ, എന്നാ പറയാനാ എന്റെ ഡെയ്സി, അസുഖം കൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടാ. ഏതാടി അവിടെ ഇരിക്കുന്ന ചെക്കൻ? അറിയില്ല ചേച്ചി, ഇപ്പൊ അച്ചായന്റെ കൂടെ വന്നതാ. ഷോ, സാറിനെ മുറിച്ചു വെച്ചിരിക്കുന്ന രൂപം. ആ കണ്ണ് സാറിന്റെ തന്നെയാണെന്ന് ആ രൂപം പറയും. ചേച്ചി എന്തീ പറയുന്നത്? മോളെ, നിന്നോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടവാ. സൂക്ഷിക്കണം, പുരുഷന്മാരുടെ സ്വഭാവം നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. നിനക്കോ കൊച്ചുങ്ങളില്ല. ഒരുപക്ഷെ സാറിന് നേരത്തെയുള്ള ബന്ധത്തിലെങ്ങാനും. അല്ല, ആ പയ്യനെ കണ്ടാൽ മറിച്ചൊന്നും തോന്നുകയില്ല. എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോവാനുണ്ട്. ഞാൻ പോയിട്ട് വരാവേ. മോനെ, നമുക്ക് ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറി പുതിയതിടണം കേട്ടോ. ആ ഡെയ്സി, മക്കളില്ലാത്ത നമുക്ക് ദൈവം തന്നതാ ഇവനെ. കണ്ടോ ഇവന്റെ കണ്ണിലെ ദൈന്യത? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാൻ? ദൈവച്ചായന് തന്നതല്ലേ. കണ്ണില് മാത്രം ആക്കണ്ട, കാതിലും മൂക്കിലും ഒക്കെ നോക്ക്. എന്നിട്ടേ കണ്ടുപിടിക്കും ഓരോരോ വിശേഷങ്ങള്. മോനെ കുട്ടു, ദേ മോൻ കുളിച്ച് റെഡിയാവ്. കുട്ടു, എന്നെ പപ്പ എന്ന് വിളിച്ചാൽ മതി. ആ പോയി ചേച്ചി, മമ്മി. മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ കഥ ഞാൻ കേട്ടത് ചെവി കൊണ്ടല്ല, ഈ നെഞ്ചുകൊണ്ട. ഇത് നിന്റെ സ്വന്തം വീടാ. ചെല്ല്. ഡേച്ചി, നീ എങ്ങോട്ടാ? വീട്ടിലേക്ക്. നിന്റെ വീട്ടിലേക്ക്? എന്തിന്? അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇച്ചായ, മക്കളില്ലാത്ത ദുഃഖം എനിക്കും ഉണ്ടായിരുന്നു. എന്നുവെച്ച് ഇച്ചായന്റെ സ്നേഹം പങ്കുവച്ചു പോകുന്നത് എനിക്കിഷ്ടമല്ല. നീ എന്ത് മണ്ടത്തിലടി പറയുന്നു? നീ ഇവന്റെ കഥയൊന്ന് കേട്ടെ, അപ്പൊ നിന്റെ എല്ലാ വിഷമങ്ങളും മാറും. എനിക്കിപ്പോ ആരുടെയും കഥയൊന്നും കേക്കണ്ട. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പലവട്ടം മോഹിച്ചതാ. വേണ്ടെന്ന് വെച്ചത് ഈ ഒരു നിമിഷത്തെ ഭയന്നാ. എന്ത് മണ്ണാകട്ടയാണ് നീ പേടിച്ചത്? മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു 10 വയസ്സുകാരൻ, അവനെ തെരുവിലേക്ക് എറിയാൻ മനസ്സ് വന്നില്ല. മക്കളില്ലാത്ത നമുക്ക് അവനെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കാൻ കഴിയുമെന്ന് കരുതി. മക്കളില്ലാത്തത് എനിക്കാ. എന്തിനാ മോനെ പോലെ ആക്കുന്നത്? സ്വന്തം മോൻ തന്നെയല്ലേ. നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മോൻ. മമ്മി, 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 ബസ് മറങ്ങ. എന്റെ പപ്പയും മമ്മിയും മരിച്ചത്. അവരാണ് സത്യം. ഞാൻ കള്ളം പറയില്ല. മമ്മി പോകരുത്. മോൻ എന്താ എന്നെ വിളിച്ചേ? പാപ്പ പറഞ്ഞു മമ്മീനെ വിളിക്കാൻ. മോൻ ഒന്നുകൂടെ വിളിച്ചേ. മമ്മി, എന്റെ മോനെ. കുടുംബങ്ങളെ ഒട്ടേറെ ഞാൻ പരിചയപ്പെടാറുണ്ട്. ഭവന സന്ദർശനത്തിനിടയ്ക്ക് പരിചയപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, എന്നെ തേടിയെത്തുന്ന കുടുംബങ്ങളുണ്ട്. ഓർക്കുന്നു, മാസങ്ങൾക്ക് മുൻപ് എന്നെ കാണാനായി എത്തിയ ഒരു കുടുംബത്തെ. മകളും അമ്മയും കൂടിയാണ് എന്നെ കാണാൻ വന്നത്. ഇവളുടെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ 3 മാസമായി ഇവൾ ജനിച്ചു വളർന്ന വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. വിഷയം പറഞ്ഞു തുടങ്ങിയത് ഇവളുടെ അമ്മ തന്നെയാണ്. ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, എൻ്റെ മോള് ആ കുടുംബത്തിൽ ചെന്ന് കയറിയ നിമിഷം മുതൽ കുറ്റം പറച്ചിൽ തുടങ്ങിയതാണ്. അവൻ കുറ്റം പറയും, അത് കേട്ട്
അമ്മായിയമ്മ കുറ്റം പറയും, അമ്മായിയപ്പൻ കുറ്റം പറയും, നാത്തൂന്മാർ കുറ്റം പറയും. എൻ്റെ കൊച്ച് അവിടെ ജീവിച്ച് മടുത്തച്ചു. അവസാനം ഞാനും പുള്ളിക്കാരനും കൂടെ ഒരു തീരുമാനമെടുത്തു, അവളെ കൂട്ടിക്കൊണ്ടിങ്ങ് പോരുക. ഏതായാലും 2-3 മാസമായിട്ട് അവൾക്ക് സ്വസ്ഥതയുണ്ട്. മറ്റത് അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞ് ക്ഷീണിച്ച് എല്ലും തോലും പോലായി. പക്ഷേ ഇപ്പോൾ അവൾക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ ഭാവി കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് നീക്കേണ്ടത് എന്നറിയാൻ വേണ്ടി അച്ഛനെ കാണാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ? അച്ഛാ, ഇനി അതല്ലാതെ പോകാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ സഭയെ സമീപിക്കണോ അതോ ഞങ്ങൾ സിവിൽ കോർട്ടിൽ പോകണോ? ഞാൻ പറഞ്ഞു, സഭയെ സമീപിക്കാനും സിവിൽ കോർട്ടിലൊക്കെ പോകാനും വരട്ടെ, നമുക്കിത് പരിഹരിക്കാവോ എന്ന് നോക്കാം. ഈ കുടുംബനാഥ പെട്ടെന്ന് പറഞ്ഞു, ഇത് പരിഹരിക്കാനൊന്നും പറ്റുകയില്ല അച്ഛാ. എനിക്ക് തോന്നുന്നു ചില മാതാപിതാക്കളുടെ ഒരു ചിന്തയായത്. മക്കളോട് ബന്ധപ്പെട്ട, വിവാഹത്തോട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിഷേധാത്മകമായ ഒരു മനോഭാവം അവർ പുലർത്തുകയാണ്. എന്താ, ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാലോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയ ശേഷം ഒരു പ്രശ്നവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ആരോ ഒക്കെ കുറ്റം പറഞ്ഞു, അത് ഭർത്താവാകട്ടെ, അമ്മായിയപ്പനാവട്ടെ, അമ്മായിയമ്മയാകട്ടെ, അതിൻ്റെ പേരിൽ ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവും ഇട്ടെറിഞ്ഞിട്ട് പോരാനായിട്ട് പ്രേരണ നൽകുന്ന മാതാപിതാക്കളെ, അവരുടെ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഒരു രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കുകയല്ലേ, ആ ചികിത്സയ്ക്ക് ഫലം കിട്ടുകയല്ലേ? രോഗം വന്നിട്ടുള്ള ആളുകളെല്ലാം ചികിത്സയ്ക്ക് പോകാതെ അതിനെ പഠിച്ചുകൊണ്ടിരുന്നാലോ? അത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നം, അത് മക്കളുടെ ജീവിതത്തിലാവാം, നിങ്ങളുടെ ജീവിതത്തിലാവാം, ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമുണ്ടെന്ന് ചിന്തിക്കുക, പരിഹാരത്തിനുള്ള വഴികൾ തേടുക. അതാണ് ആദ്യത്തെ കാര്യം. ഏതായാലും ഞാൻ ഈ കുടുംബനാഥയോട് കർക്കശമായ നിലപാടോടുകൂടെ പറഞ്ഞു, സിവിൽ വഴിക്കോ അല്ലെങ്കിൽ സഭാ കോടതിയുടെ വഴിക്കോ ഒന്നും നിങ്ങൾ നീങ്ങാൻ സമയമായില്ല, നമുക്ക് സംസാരിക്കാം. ഏതായാലും അഭ്യർത്ഥന അവർ കേട്ടു. എൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇവളുടെ ഭർത്താവിനെ വിളിച്ചു വരുത്താൻ തയ്യാറായി. അവന് നല്ലൊരു യുവാവ്, വിളിച്ച ഉടനെ അവൻ വന്നു, സംസാരിച്ചു. കാര്യങ്ങളുടെ ഗൗരവം എനിക്കും അവർക്കും മനസ്സിലായി. പ്രശ്നം തുടക്കത്തിലുണ്ടായിരുന്ന കുറ്റം പറച്ചിൽ എന്നതിനേക്കാൾ കൂടുതൽ ഇവർ ആകുന്നത് തന്നെയായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അകന്നു കഴിഞ്ഞാൽ അത് അകൽച്ചയ്ക്ക് പിന്നീടുള്ള കാരണമായിത്തീരും. 2-3 മാസം അകന്ന് ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പലതും ഊഹിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഏതായാലും ഇവരുടെ പ്രശ്നത്തിൻ്റെ തുടക്കം അത് പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ, ചില സംസാര രീതിയിൽ വന്ന പാളിച്ചകളായിരുന്നു. അത് പരിഹരിക്കാനിടയായി. 1-2 കൗൺസിലിംഗ് സെഷന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒരു ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിന് ശേഷം ഈ 2 കൂട്ടരുടെയും മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു. നോക്കിക്കേ, വിവാഹമോചനം വരെ എത്താവുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇതിന് പരിഹാരമുണ്ട് എന്നുള്ള എൻ്റെ വാക്ക് കേട്ട് ആ പരിഹാരത്തിൻ്റെ വഴിയിലേക്ക് അവർ വരാൻ തയ്യാറായപ്പോൾ ആ പ്രശ്നം അത്ഭുതകരമായി പരിഹരിക്കപ്പെടുകയാണ്. നമ്മുടെ കയ്യിലൊക്കെ വിവാഹത്തോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. നമ്മളൊന്ന് മുമ്പോട്ടാഞ്ഞാൽ മതിയാവും. പുറകോട്ട് നീങ്ങുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന മക്കളെ പുറകോട്ട് വലിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കുന്നതിനായി മുമ്പോട്ട് നമ്മൾ ആയണം. അതിന് ദൈവം വഴി കാട്ടുക തന്നെ ചെയ്യും. ഏതായാലും ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? പഴി പറഞ്ഞു എന്നുള്ളതാണ്. ഭർത്താവ് പഴി പറഞ്ഞു, അമ്മായിയപ്പനും അമ്മായിമ്മയും പഴി പറഞ്ഞു, നാത്തും പഴി പറഞ്ഞു. പഴിപറച്ചിൽ നമുക്ക് കുറേ നിർത്താൻ പറ്റേണ്ടതാണ്. ഞാൻ പറയും, വിവാഹിതയാകുന്ന ഒരു സ്ത്രീ, വിവാഹിതനാകുന്ന ഒരു പുരുഷൻ ബോധപൂർവം
കുറവുകൾ ചോദിച്ച് മനസ്സിലാക്കണം. അതാ എളുപ്പമുള്ള വഴി. തിരുത്തലുകൾ ചോദിച്ചു വാങ്ങണം, ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങണം. ഉദാഹരണത്തിന് എന്നെ ശ്രദ്ധിക്കുന്ന ഒരു യുവതി വിവാഹത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. വിവാഹം കഴിഞ്ഞ ആദ്യ നാൾ മുതൽ ഞാൻ പറയും, ഈ അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട്, ഭർത്താവിനോട് തിരുത്തലുകൾ ചോദിച്ചു വാങ്ങും, ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങും. ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായല്ലോ ജീവിക്കാൻ തുടങ്ങിയിട്ട്, മമ്മി എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, തിരുത്തലുണ്ടോ എന്ന് ചോദിക്കുക. പപ്പ എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിക്കുക. ഭർത്താവിനോട് ചോദിക്കുക രഹസ്യമായിരിക്കുമ്പോൾ. ഇതുപോലെ പുരുഷന്മാർക്കും പറ്റണം. താൻ ജനിച്ചു വളർന്ന വീട്ടിൽ തൻ്റെ അപ്പനും അമ്മയും മാത്രം തിരുത്തൽ കൊടുത്താൽ പോരാ, ഉപദേശം കൊടുത്താൽ പോരാ. ഈ ഭാര്യയുടെ മാതാപിതാക്കൾ, ഇവൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും തിരുത്തൽ ഉപദേശം കൊടുക്കാൻ അർഹതയുള്ളവരാ. അത് അവർ നൽകുക എന്നതിനപ്പുറത്ത് ചോദിച്ചു വാങ്ങണം. എന്തെങ്കിലും ഞാൻ തിരുത്താനുണ്ടോ, ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ചോദിച്ചു വാങ്ങാനിടയാവും. ഇത് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരവും ചോദിച്ചു വാങ്ങേണ്ടതാണ്. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് തിരുത്തലുകൾ, ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു. അങ്ങനെ ആകുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യയെ ആയാലും മാതാപിതാക്കൾ മക്കളെ ആയാലും തിരുത്തുമ്പോൾ, ഉപദേശിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചതാവരുത്. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആവട്ടെ, ഒന്ന് പരസ്യമായി കുറ്റപ്പെടുത്തിയാൽ അത് ഇഷ്ടപ്പെടുമോ? പരസ്യമായി തിരുത്തിയാൽ, ഉപദേശം നൽകിയാൽ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമാണ്. ഒരു ഭർത്താവിന് ഭാര്യയെ ഉപദേശിക്കാൻ തിരുത്താം, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപദേശിക്കാൻ തിരുത്താം, അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും മക്കളെ, മരുമക്കളെ തിരുത്തേണ്ടതാണ്. പക്ഷേ ഏറ്റവും നല്ല വഴി ഈ ഉപദേശവും തിരുത്തലും ചോദിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ചോദിച്ചു വാങ്ങിയാൽ സ്വീകരിക്കാൻ എളുപ്പമാണത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾ തിരുത്തലുകൾ ചോദിച്ചു വാങ്ങണം. ഞാൻ പറയും, നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് പോലും നമ്മെ തിരുത്താൻ പറ്റും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ ഒത്തിരിയേറെ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അറിവുള്ളവരാ. അവരും നിരീക്ഷണങ്ങൾ നടത്തുന്നവരാ. അവർക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ചില നിർദ്ദേശങ്ങൾ, നിരീക്ഷണങ്ങൾ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് പോലും ചോദിക്കുമ്പോൾ അത് അവരുമായിട്ടുള്ള ബന്ധം വളർത്താൻ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ പൗരോഹിത്യ ജീവിതത്തിലായിരിക്കുന്നു, ഞാൻ ഇടവകയിലായിരിക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ എനിക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ, ചില നിരീക്ഷണങ്ങൾ നൽകാൻ പറ്റുന്ന ആളുകളുണ്ട്. ഞാൻ അവരോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, ഈ മേഖലയിൽ എന്താ ചെയ്യേണ്ടത്, ഇന്ന കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്, സാറിൻ്റെ നിരീക്ഷണം എന്താ? അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ അവരറിയാതെ എന്നോടുള്ള ബന്ധത്തിൽ വളരുകയാണ്. ഇത് കുടുംബജീവിതത്തെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ഒരു മകൾ അല്ലെങ്കിൽ മരുമകൾ അപ്പനോട്, അമ്മയോട്, അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട് ഈ ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ, തിരുത്തലുകൾ, അവരുടെ നിരീക്ഷണങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം കൂടുകയാണ്. എങ്കിലും എൻ്റെ മകള്, എങ്കിലും എൻ്റെ മരുമകള്, എൻ്റെ മരുമകൻ എന്നോടത് ചോദിച്ചല്ലോ, അത് ഭാവി ബന്ധത്തിന് ഒത്തിരിയേറെ സഹായകമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളുടെ വിവാഹ ജീവിതം ആരോഗ്യകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക വിധം, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവരോട് നമുക്ക് ഉപദേശിക്കാം. മക്കളെ, ഉപദേശവും തിരുത്തലുകളും നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഇതിനോട് തന്നെ ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പരസ്പരം അറിയാനും ഇത്തരത്തിൽ തിരുത്തലുകൾ ചോദിച്ചു വാങ്ങാനും തക്കവിധം ഈ ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചായിരിക്കുക എന്നുള്ളത്. ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞാൽ ഉടനെ രണ്ടായി പോകുന്നതിൻ്റെ അപകടാവസ്ഥ. ഇന്ന് ഒത്തിരിയേറെ
വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ തലത്തിലാണ്. വിവാഹത്തോട് ബന്ധപ്പെട്ട വഴിയിലേക്ക് കടന്നു വരുന്ന ഈ സ്ത്രീ പുരുഷന്മാർ അവരുടെ താല്പര്യങ്ങളെ വിവാഹത്തോട് ബന്ധപ്പെടുത്തി തന്നെ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ അകന്നിരിക്കുമ്പോൾ തെറ്റായ ഊഹങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തെറ്റായ രീതിയിൽ ഊഹങ്ങളുണ്ടാകുമ്പോൾ, പലതും ഊഹിക്കുമ്പോൾ അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഊഹങ്ങൾ നടത്താനുള്ള സാധ്യതയെന്ന് പറയുന്നത് അകലങ്ങളിലായിരിക്കുന്ന സാഹചര്യമാണ്. വിവാഹത്തിന് ശേഷം ഭാര്യാഭർത്താക്കന്മാർ പലവിധ കാരണങ്ങളാൽ അകന്ന് ജീവിക്കുന്ന സാഹചര്യം വന്നാൽ അത് തെറ്റിദ്ധാരണ പരത്തുന്ന ഊഹങ്ങൾക്ക് ഇട നൽകും. അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടിടയുണ്ട്. ഏതായാലും ഉപദേശങ്ങൾ, തിരുത്തലുകൾ ചോദിച്ചു വാങ്ങണമെന്ന് പറയുമ്പോൾ കൂടിയായിരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി പോലും അകലങ്ങളിലായിരിക്കേണ്ട, ഹോസ്റ്റലുകളിൽ ജീവിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള തിരുത്തലുകൾക്കും ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. തിരുത്തലുകൾ ചോദിച്ചു വാങ്ങാൻ ഇടയാവുന്ന സാഹചര്യം കൂടെയായിരിക്കുക എന്നത് തന്നെയാണ്. ബോധപൂർവമോ അല്ലാതെയോ ഭർതൃഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് എൻ്റെ പ്രത്യേകമായ അഭിപ്രായം. കൂടിയായിരിക്കാനും കഴിഞ്ഞാൽ തിരുത്തലുകൾ, ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങി ജീവിതത്തെ കൂടുതൽ നവീകരിക്കാൻ, അത്തരത്തിൽ പരസ്പരം കുടുംബജീവിതവും കുടുംബബന്ധങ്ങളും വളർത്താൻ സഹായകമാകുന്ന സംഗതിയായി മാറുകയും ചെയ്യും. ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ദൈവിക നിശ്ചയത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇതുപോലെ തിരുത്തലുകൾ ചോദിച്ച് വാങ്ങി പരസ്പര ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലും വളർത്തുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നാം ഇപ്പോൾ പരിചയപ്പെടുകയാണ്. അവരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിന് സഹായകമാകട്ടെ. എൻ്റെ പേര് ജോസ്. ഞങ്ങൾ മണ്ണത്തിയടയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. 4 പെണ്ണും 1 മോനും. ഞങ്ങളെല്ലാ ദിവസവും ദിവ്യബലിക്ക് മക്കളെയും കൊണ്ട് പോകാറുണ്ട്. അത് അവർക്കൊരു നല്ല അനുഭവമാണ്. അവർ നേരത്തേക്ക് വിളിക്കുമ്പോൾ അവർക്ക് എണീക്കാൻ നല്ല ഉത്സാഹവുമാണ്. അത് നമ്മുടെ കൂടെ വരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന നല്ലൊരു അനുഗ്രഹമാണ്. കാരണം ഞങ്ങളെല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മക്കൾ പരസ്പരം സ്തുതി കൊടുത്ത് മുത്തം കൊടുത്ത് അവരെ തരും. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഷെയറിങ്, അവരുടെ അന്നത്തെ സ്കൂളിൽ പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പറയും. അപ്പോൾ അതിൻ്റെ പോരായ്മയുടെ കുറവുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് നമുക്കൊരു അപ്പോൾ അവർക്ക് വല്ല തെറ്റിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയാനുള്ളൊരു അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിശുദ്ധരുടെ ബുക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ വിശുദ്ധരുടെയും ജീവചരിത്രം എടുത്ത് നമ്മൾ അവർക്ക് വായിച്ചു കൊടുത്ത് അവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു നല്ലൊരു അനുഭവം, അവർക്കും ഒരു നല്ല അനുഭവം മാറാറുണ്ട്. പിന്നെ അവരുടെ കുറുമ്പുകളൊക്കെ നമുക്ക് ഉണ്ട്. എങ്കിലും നമ്മളതൊരു സഹനമായി ഏറ്റെടുത്തുകൊണ്ട് ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒന്നുമല്ല തോന്നുന്നു. മക്കളെ വളർത്തുമ്പോൾ കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും എല്ലാം ഈ ദൈവകൃപയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ബ്രിൻസി. എനിക്ക് 5 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. മൂത്താൾ ആൻമേരി, രണ്ടാമത്തെ മോൻ്റെ പേര് ഇമ്മാനുവേൽ, മൂന്നാമത്തെ ആളുടെ പേര് ആഗ്നസ്, നാലാമത്തെ ആൾ ആൻഡ്രൂസ്, അഞ്ചാമത്തെ ആളുടെ പേര് ആൻ തെരേസ. ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് വീട്ടിൽ വളരെയധികം പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. TV കാണുമ്പോഴൊക്കെ ആത്മീയ ചാനലുകൾ കാണാൻ നിർബന്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വീട്ടിൽ കണ്ടിട്ടുണ്ട്. ചെറിയ മക്കളൊക്കെ വീടിൻ്റെ എവിടെയെങ്കിലും ആരാധനയുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വന്ന് TV യുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. പിന്നെ
പിള്ളേർക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ദൈവവചനം കൂടുതൽ പഠിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു നല്ല വ്യത്യാസം പഠന മേഖലയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മക്കൾ തമ്മിൽ പരസ്പരം പങ്കുവെക്കാനും ക്ഷമിക്കാനും പരസ്പരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം ക്ഷമിക്കാനൊക്കെ ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. വീട്ടിൽ മാതാപിതാക്കളായിട്ട് അപ്പാപ്പനും അമ്മയോടൊക്കെ പിള്ളേർ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ പെരുമാറുമ്പോൾ അവരുടെ സ്വഭാവമൊക്കെ അവർക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ആദ്യം തോന്നുമെങ്കിലും അവർക്ക് ഇപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടൊക്കെയാണെന്നൊക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേയൊക്കെ അവർ അത് അംഗീകരിച്ച് അവരെ സ്നേഹിക്കാനും അവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവരെ ബഹുമാനിക്കാനൊക്കെ പരിശ്രമിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കുറവുകളില്ലാത്തതായി ആരുമില്ല. നിരന്തരം ഞങ്ങളെ അവിടുന്ന് തിരുത്തുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങൾ തിരുത്തലുകൾ സ്വീകരിക്കുന്നവരാവണം. തിരുത്തലുകളും ഉപദേശങ്ങളും ചോദിച്ചു വാങ്ങാൻ തക്ക വിധം എളിമ ഞങ്ങൾക്കുണ്ടാവണം. കർത്താവായ ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സകലരും തിരുത്തലുകളും ഉപദേശങ്ങളും ചോദിച്ചു വാങ്ങാൻ തക്ക വിധം എളിമയുള്ളവരായിത്തീരാൻ വലിയ അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ എപ്പോഴും നയിക്കുന്ന തിരുഹൃദയമേ, തിരുഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.